ഞാൻ വി എസിൻ്റെ രാഷ്ട്രീയത്തെ മനസ്സിലാക്കിയതിൽ നിന്ന് എനിക്ക് തോന്നുന്നത് വി എസ് ഒരു കാരണവശാലും ഈ പത്മവിഭൂഷൺ സ്വീകരിക്കുമായിരുന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പരമ്പരാഗതമായിട്ട് ഇത്തരം ബഹുമതികളോട് വി എസും സമകാലീനരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരും എടുത്തു പോന്നിരുന്ന ഒരു നിലപാടുണ്ട്. ചില ആൾക്കാർ പറയുന്ന പോലെ വി എസ് സൈനികർക്ക് രക്തം കൊടുത്ത വിഷയം, അങ്ങനെ പല കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിഭിന്നമായ നിലപാടുകൾ എടുത്ത ഒരാളല്ലേ എന്നൊക്കെ വേണമെങ്കിൽ ചിന്തിക്കാം. പക്ഷേ ഈ വിഷയത്തിൽ അദ്ദേഹം ഒരു വ്യത്യസ്തമായ നിലപാടെടുക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അത് രണ്ടും രണ്ട് കാര്യങ്ങളാണ്. അതിൻ്റെ ഒരു ഉദ്ദേശ ലക്ഷ്യം നോക്കിയാൽ തന്നെ രണ്ട് വ്യത്യസ്തമായ കാര്യങ്ങളാണ്. രണ്ടാമത്, ഇത് നൽകുന്നത് ആരാണ് എന്നുള്ളതാണ്, ഇതിൻ്റെ പരിഗണന എന്തൊക്കെയാണെന്നുള്ളതാണ്. ഒന്ന്, അതൊരു BJP സർക്കാർ നൽകുന്നതാണ്. രണ്ട്, ഇപ്പോൾ നൽകുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളതും അദ്ദേഹം തീർച്ചയായിട്ടും വിലയിരുത്തും. കാരണം അദ്ദേഹത്തെ പോലെ ഒരാൾ മുൻപോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയം, അതിനെ എങ്ങനെയാണ് ഈ സംഭവം ബാധിക്കുക എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തി തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഈ അവാർഡ് പ്രഖ്യാപിക്കുന്നതിൽ BJPക്ക് വ്യക്തമായൊരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്നാണ് ഞാനും കരുതുന്നത്. സംസ്ഥാനത്തെ ഈഴവ വോട്ടുകളെ ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു അവാർഡ് പ്രഖ്യാപനമല്ലേ ഈ നടന്നത് എന്ന് ന്യായമായും സംശയിക്കേണ്ട സാഹചര്യമുണ്ട്. മൂന്നാമത്തെ കാര്യം, ഈ അവാർഡ് അതിൻ്റെ വലിപ്പം തീരുമാനിക്കപ്പെടുന്നത് ആർക്കൊക്കെയാണ് അവാർഡ് ലഭിക്കുന്നത്, നമ്മളോടൊപ്പം ലഭിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് മുമ്പ് ലഭിച്ചത് എന്നൊക്കെ ഉള്ളതിനെ ആശ്രയപ്പെടുത്തിയാണ്. അവർ അതിനർഹിക്കുന്നവരാണോ എന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞത് ശ്രീ വെള്ളാപ്പള്ളി നടേശനെ മാത്രം ഉദ്ദേശിച്ചിട്ടില്ല. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഒരു സമുദായത്തിൻ്റെ നേതാവാണ്. അദ്ദേഹം ദീർഘകാലമായി ആ സമുദായത്തിൻ്റെ നേതൃസ്ഥാനം അലങ്കരിച്ച ആളുമാണ്. അതല്ലാതെ അദ്ദേഹം നാടിനോ ഇന്ത്യക്കോ ചെയ്ത മെച്ചം എന്താണെന്ന് സത്യത്തിൽ എനിക്കറിയില്ല. ഇനി അവാർഡിൻ്റെ ഡിസ്ക്രിപ്ഷനൊക്കെ വരുമ്പോൾ നമുക്ക് വായിച്ച് പ്രബുദ്ധരാകാൻ പറ്റുമായിരിക്കും എന്ന് മാത്രമല്ല, സമീപകാലത്ത് കേരളത്തിലെ മതസൗഹാർദ്ദം തകർക്കുന്ന രീതിയിൽ വളരെ വർഗീയമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തുകയും ഈ അവാർഡിനെക്കുറിച്ച് തന്നെ, ദേശീയ പുരസ്കാരങ്ങളെക്കുറിച്ച് തന്നെ അദ്ദേഹം നടത്തിയ അഭിപ്രായ പ്രകടനവും നമ്മൾ നേരത്തെ വായിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതെല്ലാം കൂടി പരിഗണിക്കുമ്പോൾ ഇത് വേണ്ട രീതിയിലൊരു ശ്രദ്ധ പുലർത്തി ആണോ ഈ അവാർഡ് നിർണയം നടക്കുന്നത് എന്നുള്ളത് ഇപ്പോഴത്തെ കാര്യം മാത്രമല്ല, നേരത്തെ മുതലേ തന്നെ നടക്കുന്നത് ആ രീതിയിലാണ്. പക്ഷേ ഇപ്പോൾ അത് വളരെ എവിഡൻ്റായിട്ട് പ്രകടമായിട്ട് വരുന്നു എന്നുള്ളത്.